ഇപ്പോൾ ഒരു എക്സാമിന് നമ്മൾ ഡൗൺ ആയോ, സാർ പറയും ഇല്ല നിന്നെക്കൊണ്ട് പറ്റും, അവസാനം നീ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ വരികയും ചെയ്തു. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. ഫാക്കൽറ്റീനെ നേരിട്ട് കാണുന്നില്ല എന്നുള്ളൂ, പക്ഷെ നമുക്ക് പിക്ചർ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, വിത്തിൻ 24 hours ഒരു റിപ്ലൈ തരും. മോഡൽ എക്സാം വരെ ഓൺലൈൻ ബാച്ച് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ആയി. അപ്പോൾ ഓഫ്ലൈൻ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ കോമ്പറ്റീഷൻ നമുക്ക് കൂടുതൽ മനസ്സിലായത് ഓഫ്ലൈൻ മോഡൽ എക്സാം എഴുതാൻ വന്നപ്പോഴാണ്. എനിക്കൊരു ഏറ്റവും കൂടുതൽ ഒരു ധൈര്യമുള്ള സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. എക്സാമിനാണെങ്കിലും ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ബയോളജി വെച്ചാൽ. അപ്പം എല്ലാവരും പറയും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് അതിൽ തുടങ്ങാമെന്ന് പറയാറുണ്ട്. മാക്സിമം പ്രോബ്ലംസ് ചെയ്യുമ്പം ആ ഒരു ടോപ്പിക്ക് നമുക്ക് എത്ര ക്ലിയർ ആണോ അത്രയും നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നപ്പോൾ ഡിസിപ്ലിനായിട്ട് പഠിക്കാൻ പറ്റി, പക്ഷെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ഹോസ്റ്റലിൽ ചെന്നപ്പോഴാണ്. അപ്പോഴാണ് എല്ലാവരും പഠിക്കുകയാണ് ഹോസ്റ്റലിൽ. അപ്പോൾ നമുക്ക് ആ കോമ്പറ്റീഷൻ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലിൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്താ പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ആദ്യമൊക്കെ ജസ്റ്റ് വായിച്ചു പോകും, പിന്നെ എനിക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലായി അത് പാടില്ല. ഓരോ മുക്കും മൂലയും അരുക്കും എല്ലാം വായിച്ചാലേ ബ്രില്യൻ്റ് എക്സാമിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാറുന്നില്ല. ഇപ്പോൾ പ്രീവിയസ് ഇയർ ആയാലും 1 time ചെയ്യും, കിട്ടാത്ത ക്വസ്റ്റ്യൻ സർക്കിൾ ചെയ്യും. നെക്സ്റ്റ് ടൈം റിവിഷനിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻ മാത്രം ചെയ്യും. അപ്പോൾ അതൊരു റിവിഷൻ പോലെ ആയി. പിന്നെ എല്ലാം കൂടി ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് റിപ്പീറ്റ് അടിക്കുക, പക്ഷേ നന്നായി അറിയാവുന്ന കോൺസെപ്റ്റ് എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള 2-3 പ്രാവശ്യം ടൈം വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. 2025 MBBS പ്രവേശനത്തിൽ കേരളം കണ്ടത് സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ്. ആകെ 110 സീറ്റുകളുള്ള മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 80-ലധികം സീറ്റുകളും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. അതെ, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സിംഹഭാഗവും ഇന്ന് ബ്രില്യൻറ്റിന്റെ വിദ്യാർത്ഥികളാണ്. നീറ്റ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നീറ്റ് പഠനത്തിന്റെ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കണം? എങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താം? അസാധ്യമായത് ഒന്നുമില്ലെന്ന് തെളിയിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിജയതന്ത്രങ്ങൾ. ഓവർ ടു ദ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഓഫ് മഞ്ചേരി. ലെറ്റ്സ് ലിസൺ ടു ദം. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസിലാണ്. നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ബ്രില്യൻറ്റിലൂടെ 2025 നീറ്റ് ക്രാക്ക് ചെയ്ത് വന്നിരിക്കുന്ന കൊച്ചു മിടുക്കികളാണ്. നമുക്കവരെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് മർവ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ ബാച്ചായിരുന്നു, T45. ഹായ്, എൻ്റെ പേര് മീര. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം ഓൺലൈൻ ബാച്ചായിരുന്നു ഞാൻ, ബാച്ച് T64. ഹായ്, എൻ്റെ പേര് ഭൂമിക. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ബ്രില്യൻറ്റ് പാലയിലായിരുന്നു, Q30 ബാച്ചാണ്. ഹായ്, എൻ്റെ പേര് ആവണി. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ബ്രില്യൻറ്റ് പാല സെൻറ്ററിലാണ് പഠിച്ചത്. എൻ്റെ ബാച്ച് R23. നമ്മളിപ്പോൾ MBBS ഒക്കെ തുടങ്ങിയിട്ട് 2-3 മാസമായി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ MBBS എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു MBBS എന്ന് പറഞ്ഞത്. അത് നേടാൻ സാധിച്ചു. അത് ബ്രില്യൻറ്റ് വളരെയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കോളേജ് എനിക്കിഷ്ടമായി. കാരണം ഒരു MBBS എന്ന് പറഞ്ഞാൽ ചെറിയൊരു സബ്ജക്റ്റ് അല്ല, അത്യാവശ്യം ടഫാണ്. ബട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ എന്തായാലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ MBBS കയറി കഴിഞ്ഞു. അപ്പോൾ അത് പഠിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ എല്ലാവരും നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ആദ്യമൊക്കെ നല്ല ടെൻഷനായിരുന്നു. ഇങ്ങനെ ആദ്യമൊക്കെ മാർക്ക് കുറയായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ പോയിട്ട് മാമിനോട് കരയും, ഞങ്ങളുടെ ബാച്ച്. അപ്പം മാം എപ്പോഴും പറയാം, ഇങ്ങനെ സമാധാനിപ്പിക്കും. അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ കുറച്ച് മാർക്ക് അങ്ങനെ കൂടി. പിന്നെ ഞാൻ ഈ മോഡലൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ ബെറ്ററായിട്ട് മാറിയത്. മോൾ ഓൺലൈനാണല്ലോ പഠിച്ചത്. സോ ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി നമുക്ക് ആരെയും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. നമുക്ക് ആകെ കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാമെന്നത് മാത്രമാണ്. അപ്പോൾ മോൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് മോൾ എന്താ ചെയ്യുക? ലൈക്ക് മെൻറ്ററിനെ വിളിച്ച് സംസാരിക്കുമോ? എങ്ങനെയായിരുന്നു മോൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മോളെ? മാം ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എൻ്റെ ഒരു വെൻഡിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചത് തന്നെ. പിന്നെ ഷാമിന മിസ് നല്ലൊരു മെൻറ്ററായിരുന്നു. മാമിനെ ഞാൻ ഇടയ്ക്കിടുമ്പോൾ എന്നും വിളിക്കുമായിരുന്നു. എക്സാമിന് തലേ ദിവസമൊക്കെ വിളിക്കും, മോളെ എന്തെങ്കിലും ടെൻഷനുണ്ടോ പറയാം.
ഒക്കെ ഇച്ചിരി ഡൗൺ ആയാൽ പോലും ഇങ്ങോട്ട് വിളിക്കും, എന്തേലും ആയോ, വീട്ടിലെന്തേലും ഉണ്ടോ. പിന്നെ എൻ്റെ വീട്ടുകാരോടും പറയും. അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് ആ ഒരു സമയത്ത് ഫ്രണ്ട്സിനായിട്ട് വലിയ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. പരമാവധി ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ നോക്കി. കാരണം ഓൺലൈനാണല്ലോ, നമുക്ക് നമ്മുടെ ഒപ്പമുള്ളവർ വേറെ ഇതിൽ കാണുമ്പോൾ നമുക്ക് അവരൊക്കെ ഇവിടെ എത്തി, നമ്മളിപ്പോഴും ഒരു വർഷം കളഞ്ഞുകൊണ്ടിരിക്കുകയെന്നൊരു തോട്ട് എല്ലാവർക്കും വരും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചു. മാമിനെ വിളിച്ച് പറയും. മാം തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ ഞാനും ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആയിരുന്നു. അപ്പം ആദ്യം മോഡൽ എക്സാം വരെ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ആയി. അപ്പോൾ ഓഫ്ലൈൻ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ കോമ്പറ്റീഷൻ നമുക്ക് കൂടുതൽ മനസ്സിലായത് ഓഫ്ലൈൻ മോഡൽ എക്സാം എഴുതാൻ വന്നപ്പോഴാണ്. ബ്രില്യനിൽ നമുക്ക് കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. റെഫറൻസ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, നമുക്ക് പോയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കറക്ഷനും ഇതെല്ലാം ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ മോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റി ഏതായിരുന്നു? ലൈക്ക് മോൾക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു ഫെസിലിറ്റി എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് ഏതായിരുന്നു? ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ റെഫറൻസ് ഹോളിലാണ് ഇരുന്ന് പഠിച്ചത്. കാരണം ഹോസ്റ്റലിൽ കുറേ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാവും. ഇപ്പം കൂടുതലും അത് റെഫറൻസ് ഹോളിൽ ഇരിക്കുക, പിന്നെ അവിടെ നിന്ന് തന്നെ പഠിക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഹോസ്റ്റലായിരുന്നു, നല്ല വാർഡൻസ് ആയിരുന്നു, അത്യാവശ്യം എനിക്ക് കോപ്പറേറ്റീവ് ആയിട്ടുള്ള റൂംമേറ്റ്സ് ആയിരുന്നു. സോ അവിടെ ഞങ്ങൾക്കൊരു ഹാളുണ്ട്, എനിക്ക് അവിടെ ഒരു കോർണർ ഉണ്ടാവും. എപ്പോഴും ആരും എനിക്ക് ശല്യപ്പെടുത്താതെ ഞാൻ അവിടെ നിന്ന് മാക്സിമം പഠിക്കും. ഹോസ്റ്റലിലായിരുന്നു ഞാൻ കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫാക്കൽറ്റീസ് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വരുന്ന ഡൗട്ടുകളൊക്കെ ഡയറക്റ്റ് പോയി ചോദിക്കും. അപ്പോൾ ഞങ്ങളുടെ സാറുണ്ട് അജിത് പ്രി രാമചന്ദ്രൻ. സാറെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമിന് നമ്മൾ ഡൗൺ ആയോ, സാർ പറയും ഇല്ല നിന്നെക്കൊണ്ട് പറ്റും, അവസാനം നീ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ വരികയും ചെയ്തു. അപ്പം എക്സാംസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു കറക്ഷൻ ഉണ്ടാവാം, ഡൗട്ട് ഉണ്ടാവാം, ഞാൻ എന്താണ് തെറ്റിച്ചതെന്ന് എനിക്ക് അറിയുണ്ടാവില്ല. ഞാൻ അപ്പം തന്നെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് പോകും, അവരതുപോലെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അത്യാവശ്യം ഫാക്കൽറ്റീസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെ ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ട് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സഹായിക്കുമായിരുന്നു. ഫാക്കൽറ്റീസും പിന്നെ എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡാണ് ഞാനിവിടെ എത്താൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത്. മോള് ഓൺലൈനാണ്, നമ്മൾ എത്ര സമയം പഠിക്കണം എന്നറിയില്ല. നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ പുഷ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മൾ പുഷ് ചെയ്യണം. പാരൻസ് എത്ര പുഷ് ചെയ്താലും നമുക്ക് അവിടെ എത്താൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മോട്ടിവേഷൻ വേണം അല്ലേ? അപ്പോൾ മോള് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്തായിരുന്നു ലൈക്ക് മോളുടെ ഡ്രീമായിരുന്നു? അതെ, സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രീമൊന്നും ഉണ്ടായിരുന്നില്ല. വൺസ് എഴുതി, ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം എഴുതിയപ്പോൾ കിട്ടാതെപ്പോൾ ഒരു വാശി, അങ്ങനെ വാശി വന്നു, പഠിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിങ്ങൾക്കൊക്കെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ എനിക്ക് ഈ ഒരു സമയത്താണ് ഞാൻ ബേസ് സെറ്റാക്കി എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം പോയത് എനിക്ക് ബേസ് അത്ര കിട്ടാതെ പോയതാണ് തോന്നി. ബേസ് സെറ്റാക്കി എടുത്തു. പിന്നെ ക്വസ്റ്റ്യൻസ് വീക്ക്ലി എക്സാമിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടിരുന്നു. മോഡൽ എത്തിയപ്പോൾ ഒരു ഡിപ്പായിരുന്നു. എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ആർക്കാരും ഒരു ടെൻഷൻ ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യാം. അപ്പോഴും ഇതേപോലെ ടീച്ചേഴ്സും പേരൻസൊക്കെ വന്ന് പറയും പറ്റും. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ മോട്ടിവേഷനായിട്ട് നമുക്ക് കൺസിസ്റ്റൻസിയാണ് വേണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയിട്ടുണ്ട്, പേരൻസിനൊപ്പം പുറത്ത് പോയിട്ടുണ്ട്, എനിക്ക് ഫുഡ് അടിക്കാൻ പോകുമ്പോൾ അതിനും പോയിട്ടുണ്ട്. പക്ഷേ എന്നാണെങ്കിലും എന്തിനു പോയാലും ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഡിസിപ്ലിൻ വേണം. മോട്ടിവേഷൻ നമുക്ക് കുറച്ച് നേരത്തിനുണ്ടായിട്ട് വലിയ കാര്യമില്ല. പിന്നെ നിങ്ങളടുത്ത് പലരും പറയും മിസ്റ്റേക്ക് ബുക്ക്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എക്സാമൊക്കെ ഓൺലൈൻ ചെയ്യുമ്പോൾ ഞാൻ അതിന് സ്നിപ്പ് ചെയ്തെടുക്കും. തെറ്റ് ക്വസ്റ്റ്യൻ സ്നിപ്പ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഒരു എക്സാമിൻ്റെ തലേ ദിവസം പോവുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് റെഫർ ചെയ്തിട്ട് അത് നല്ല യൂസ്ഫുള്ളായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കാം. അത്രയൊക്കെ മോള് കുറേ കാലം ഓൺലൈനിൽ, അത് കഴിഞ്ഞിട്ടുമാണ് മോള് ഹോസ്റ്റലിലോട്ട് മാറിയത്. ആ ഒരു ചേഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഹോസ്റ്റലിൽ പോകുമ്പോഴായിരുന്നോ നന്നായിട്ട് പഠിച്ചത്, അതോ വീട്ടിലിരുന്നപ്പോൾ തന്നെ ആയിരുന്നോ ഡിസിപ്ലിനോട് പഠിക്കാൻ വേണ്ടി പറ്റിയത്? ഹോസ്റ്റലിൽ വീട്ടിലിരുന്നപ്പോൾ ഡിസിപ്ലിനായിട്ട് പഠിക്കാൻ പറ്റി, പക്ഷെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ഹോസ്റ്റലിൽ ചെന്നപ്പോഴാണ്. അപ്പോഴാണ് എല്ലാവരും പഠിക്കുകയാണ് ഹോസ്റ്റലിൽ. അപ്പം നമുക്ക് ആ കോമ്പറ്റീഷൻ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലിൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്താ പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പം എനിക്ക് ഹോസ്റ്റലിലായിരുന്നു കൂടുതലും എഫക്റ്റീവായിട്ട് തോന്നിയത്. കുറേ ഫാക്കൽറ്റീസ് ലൈക്ക് പലരും പല രീതിയിലാണ് പറയുക, നമ്മൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇത്ര സമയം പഠിക്കണം.
ലൈക്ക് മോൾക്ക് എന്താ പറയാനുള്ളത്? മോളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു? എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു പഠിക്കുന്ന സമയത്ത്? മാക്സിമം 12 hours ഉണ്ടായിരുന്നു. മെയിൻലി ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു വല്ലാണ്ട്. എന്നെ പുഷ് ചെയ്യല്ല, ബട്ട് എനിക്ക് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്, അവരിരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കും അത് പറ്റും. അങ്ങനെ ദിവസം ഏതാണ്ട് ഒരു 12 hours ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്, അത് നടക്കാറുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ്, ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻസ് എത്ര ചെയ്യുന്നോ നമുക്ക് അത്ര ആ ഒരു ടോപ്പിക്ക് കോൺഫിഡൻസ് ആണ് എക്സാമിന് വരുമ്പോൾ. എനിക്ക് അത്യാവശ്യം ഫിസിക്സ് പാടായിരുന്നു, മാക്സിമം ഫിസിക്സ് പ്രോബ്ലംസ് ചെയ്യായിരുന്നു. ബയോളജി എനിക്കൊരു ഏറ്റവും കൂടുതൽ ഒരു ധൈര്യമുള്ള സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. എക്സാമിലാണെങ്കിലും ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ബയോളജി വെച്ചാൽ. അപ്പം എല്ലാവരും പറയും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് അതിൽ തുടങ്ങാമെന്ന് പറയാറുണ്ട്. പിന്നെ ഫിസിക്സ് മാക്സിമം പ്രോബ്ലംസ് ചെയ്യുമ്പം ആ ഒരു ടോപ്പിക്ക് നമുക്ക് എത്ര ക്ലിയർ ആണോ അത്രയും നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഒരു ടോപ്പിക്ക് എനിക്കറിയാം, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് ടോപ്പിക്ക് എത്ര നമുക്ക് മനസ്സിലായി എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഞാനെന്ന് പറയുമ്പം എൻ്റെ ബാച്ചിൽ സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. എല്ലാ വീക്ക്ലി എക്സാംസും എല്ലാ A+ എക്സാംസും ഞങ്ങളെ കൊണ്ട് എഴുതിക്കായിരുന്നു. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കറക്ഷൻ ബുക്ക് ഉണ്ടാവും. എനിക്കൊരു ബുക്കുണ്ട്, കറക്ഷൻ ബുക്കുണ്ട്. ആ വീക്ക്ലി എക്സാംസിൽ എന്താണോ എനിക്ക് കറക്ഷൻ ഉള്ളത് അത് ഞാൻ അന്ന് തന്നെ ചെയ്യുമായിരുന്നു. ഏതാണ്ട് ഞങ്ങളുടെ ബാച്ച് കൺസിസ്റ്റൻസ് ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു വട്ടം കണ്ടോ തെറ്റി, അടുത്ത എക്സാമിന് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ഞാൻ അന്ന് തെറ്റിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാനുള്ള മെത്തേഡ് ഓർമ്മ വരാറുണ്ട്. അപ്പം എക്സാംസിൽ ക്വസ്റ്റ്യൻ തെറ്റിക്കുക, അത് കറക്റ്റ് ചെയ്യാൻ പഠിക്കുക, അത് കറക്റ്റ് ചെയ്തത് പിന്നെ തെറ്റിക്കാതിരിക്കാനോട് നോക്കുക കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ സിമ്പിൾ മിസ്റ്റേക്ക്, ഒരു കാൽക്കുലേഷൻ തെറ്റ് വരെ ഒരു ടെൻഷൻ കാരണം വരാറുണ്ടായിരുന്നു, വല്ലാണ്ട് വരാറുണ്ടായിരുന്നു. അത് പറഞ്ഞാണ് ഞാൻ കൂടുതൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത്. ബട്ട് ഒരു അവസാനം നമ്മുടെ എക്സാം ആയ സമയത്ത് ഞാനത് മാക്സിമം കൺട്രോൾ ചെയ്തു, മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എക്സാമിൽ. അതെനിക്ക് ലാസ്റ്റ് നീറ്റ് എക്സാമിൽ എനിക്കത് ഭയങ്കര സഹായമായിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിക്കാൻ പോയിട്ട് ഞാൻ ജസ്റ്റ് സാറ് പറഞ്ഞ് ഓർത്തു ഒന്നുകൂടെ അത് നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടോ. അത് എനിക്ക് ബയോളജിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഏറ്റവും ഇപ്പോൾ മോൾക്ക് ഫിസിക്സ് ആയിരുന്നു ഹാർഡ് എന്ന് പറഞ്ഞു. മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലൈക്ക് നമ്മൾ വേറെ തന്നെ ഒരു വെയിലാണ്. ആ സമയത്ത് മോൾക്ക് ഏതായിരുന്നു ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഫിസിക്സ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി. കാരണം എനിക്ക് ഫിസിക്സ് പാടാം. എനിക്കൊരു +2, +1, +2 തൊട്ട് ഫിസിക്സ് അത്ര ഒരു ഇതില്ലായിരുന്നു. ബട്ട് ഞാൻ ശ്രമിച്ചു, മാക്സിമം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസ് ഓരോ ചാപ്റ്റേഴ്സിൽ കയറുമ്പോൾ ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ എന്നെക്കൊണ്ട് ഇത് സാധിക്കും. പിന്നെ സാറുമാർ പറഞ്ഞു തരും, നമുക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ പറഞ്ഞു തരും. പിന്നെ മാക്സിമം പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഫിസിക്സിനുള്ള ഒരു എന്താ പറയുക, ആദ്യം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാം, ബട്ട് പിന്നെ പതിയെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബയോളജി അത്യാവശ്യം ഇഷ്ടമായിരുന്നു. കാരണം ഓരോ മുക്കും മൂല്യം ആദ്യമൊക്കെ ജസ്റ്റ് വായിച്ചു പോകും. പിന്നെ എനിക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലായി അത് പാടില്ല. ഓരോ മുക്കും മൂലയും അരുകും എല്ലാം വായിച്ചാലേ ബ്രില്യൻ്റ് എക്സാമിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ ചെയ്തു. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ലാസ്റ്റ് മോഡൽ എക്സാം ആയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ മാർക്ക് കൂടി വന്നു. ഏറ്റവും അവസാനം എനിക്ക് എന്തായാലും ഇവിടെ എത്തി, ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു. ബയോളജി ഭയങ്കര ഈസിയാണെന്ന് പറയും. ഈസി ആയതുകൊണ്ട് തന്നെ നമ്മളത് വായിക്കാൻ വിടും, നമ്മളത് മാറ്റി വയ്ക്കും. എങ്ങനെയായാലും 360 മാർക്ക് കിട്ടുന്നത് ബയോളജിയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതും ബയോളജി തന്നെയാണ്. കാരണം ഫിസിക്സ് ആണ് ടഫ്, അത് കഴിഞ്ഞ് കെമിസ്ട്രിയാണ്, അത് കഴിഞ്ഞ് ഈസി ആയിട്ടുള്ളതാണ് ബയോളജി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ട്. മോൾക്കത് എങ്ങനെയായിരുന്നു? മോളത് എങ്ങനെയാണ് ബയോളജി പഠിച്ചുകൊണ്ടിരുന്നത്? ഞാനും എന്നാൽ കൂടുതലും പ്രയോറിറ്റി കൊടുത്തത് ബയോളജിക്ക് തന്നെയാണ്. എന്നാൽ എനിക്ക് ഫിസിയോളജി കുറച്ച് ഞാൻ ബാക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബയോളജി കഴിഞ്ഞ് കെമിസ്ട്രി, അങ്ങനെ ഫിസിക്സ്. പിന്നെ ഇവള് പറഞ്ഞ പോലെ തന്നെ ബയോളജി എന്ന് പറഞ്ഞാൽ ഓരോ മുക്കും മൂലയും വായിച്ചാൽ മാർക്ക് എന്തായാലും നമുക്ക് കിട്ടുള്ളൂ. 360 കിട്ടുള്ളൂ. പിന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കുക, അങ്ങനെ. ഫിസിക്സ് അതേപോലെ തന്നെ. നമുക്ക് മോഡൽ എക്സാമിൻ്റെ കൂടെ തന്നെ നമുക്ക് 11 യൂണിറ്റ് എക്സാം ഉണ്ടല്ലോ. ആ യൂണിറ്റ് എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് പ്രിപ്പറേറ്ററി മോഡൽ കിട്ടാറുണ്ട്. ഈ പ്രിപ്പറേറ്ററി മോഡലെല്ലാം മോൾ ചെയ്യാറുണ്ടായിരുന്നോ? അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഞാൻ എല്ലാ എക്സാമും ചെയ്തിട്ടുണ്ട്. കാരണം പറ്റുന്നത് പോയി എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ ആയതുകൊണ്ട് സെൻറ്ററിൽ പോയി എഴുതാനുള്ളൊരു അവസരം ഉണ്ടല്ലോ. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. ഫാക്കൽറ്റീനെ നേരിട്ട് കാണുന്നില്ല എന്നുള്ളൂ, പക്ഷെ നമുക്ക് പിക്ചർ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, വിത്തിൻ 24 hours ഒരു റിപ്ലൈ തരും. അപ്പം അങ്ങനത്തെ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ പ്രിപ്പറേറ്ററി ആയാലും ഇങ്ങനെ ഓൺലൈൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിന് ഒരു കളറും ഗ്രീൻ ആവും, കറക്റ്റായ ക്വസ്റ്റ്യൻസ്. തെറ്റ് ക്വസ്റ്റിന് റെഡ്, അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റിന് വേറെ കളറും.
അപ്പോൾ അത് എത്രയോ ഈസിയാണെന്ന് പറയാം ക്ലാസിഫൈ ചെയ്ത് അതൊക്കെ മാറ്റി മാറ്റി ഡോക്യുമെൻറ്റിൽ വേറെ ഞാൻ എടുക്കും. എന്നിട്ട് പിന്നെ അത് മാത്രം അടുത്ത പ്രിപ്പറേറ്ററിക്ക് നോക്കും. അപ്പോൾ തെറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യും. മറ്റേ ജസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നില്ല ഞാൻ. ഇപ്പോൾ പ്രീവിയസ് ഇയർ ആയാലും 1 ടൈം ചെയ്യും. കിട്ടാത്ത ക്വസ്റ്റ്യൻ സർക്കിൾ ചെയ്യും. നെക്സ്റ്റ് ടൈം റിവിഷനിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻ മാത്രം ചെയ്യും. അപ്പോൾ അതൊരു റിവിഷൻ പോലെ ആയി. പിന്നെ എല്ലാം കൂടി ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് റിപ്പീറ്റ് അടിക്കുക. പക്ഷേ നന്നായി അറിയാവുന്ന കോൺസെപ്റ്റ് എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള 2-3 പ്രാവശ്യം ടൈം വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നീറ്റ് എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അടിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ശരിക്കും ആ സ്ട്രെസ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധി വരെ സ്ട്രെസ് നമ്മൾ നല്ലതാണ്, സ്ട്രെസ് ഉള്ളത്. അത് കഴിഞ്ഞ് ആ പോയിന്റ് കഴിഞ്ഞ് സ്ട്രെസ് അടിച്ചാലാണ് നമുക്ക് പ്രശ്നമാവുന്നത്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്ററിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ കുറേ ഫാക്കൽറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ വാർഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് വന്ന് സംസാരിക്കുക, അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കുക. ഇപ്പോൾ നമ്മുടെ പിള്ളേർ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ 2 യൂണിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ലെസ് ദാൻ 100 days ഇനി ഉള്ളൂ. സോ നമ്മുടെ പിള്ളേരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും അഡ്വൈസ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ആരും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് നേടിയെടുത്തിരിക്കും. പിന്നെ മോഡൽ എക്സാംസ് മാക്സിമം എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക. ഇപ്പം യൂണിറ്റ് വൈസ് ആണ് നടക്കുന്നതെങ്കിൽ മാക്സിമം ചാപ്റ്റേഴ്സ് ആ യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിന്നെ ഒരു ബാക്കി വരുമ്പം 2 യൂണിറ്റ് ഒരുമിച്ചാവാം. ചിലപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമുക്കിങ്ങനെ ഒറ്റയടിക്ക് ഓടിച്ചു പോകാൻ പറ്റില്ല. അപ്പം ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എഴുതി വെക്കുക. പിന്നെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് മുമ്പേ തലേദിവസം മാക്സിമം ഉറക്കം വേണം കേട്ടോ. നിങ്ങൾ ഉറങ്ങുക. മിനിമം 6 hours ഉറക്കം നിർബന്ധമാണ്. കാരണം എക്സാം ഹോളിൽ ചെന്നല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഉറങ്ങുക, നല്ലപോലെ ഫുഡ് കഴിക്കുക. പിന്നെ ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവുക. പിന്നെ മാക്സിമം ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ ഒഴിവാക്കി വെച്ചത് ആ ഒരു ചാപ്റ്റേഴ്സ് ടൈം കിട്ടുകയാണെങ്കിൽ നോക്കുക. പിന്നെ എക്സാം നല്ല കോൺഫിഡൻറ്റോടെ നല്ല ശ്രദ്ധിച്ച് എഴുതുക. കാരണം ഓരോ ബബിളിനും ആ മാർഗം ഉള്ളത് നിങ്ങൾക്കറിയാം. അത് ഓരോ ബബിളും നിങ്ങളുടെ ജീവിതമാണ് ഇനി എങ്ങോട്ടേക്ക് ഉള്ളത് എന്ന് കാണിക്കുന്നത് അത് ഓരോ ബബിൾസാണ്. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ലപോലെ എക്സാം എഴുതൂ. ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ താങ്ക് യു മോളെ. താങ്ക് യു ഫോർ എവരി വൺ ഫോർ ബീയിങ് ഹിയർ. അപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.